ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ആന ഇറക്കി ഗൈസ്. നിങ്ങൾക്കൊന്നും അങ്ങനെ കാണാൻ പറ്റൂല, വലിയ രീതിക്ക് ഞാൻ കാണിക്കത്തുമില്ല. നമ്മൾ റിവീലിൻ്റെ അവിടെ കാണിക്കുന്നു. നിങ്ങളിപ്പോൾ വിചാരിച്ച് കാണും ഇപ്പുറത്തെ സൈഡിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ഒറ്റ സൈഡിലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ കാണത്തില്ല, ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തുവാ സ്റ്റിക്കറെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? അത് കാണിക്കൂല കേട്ടാ. ഇപ്പോഴത്തെ പുതിയ ബഗ്ഗാണ് ഗൈസ് ഇത്. ടയർ കിടന്ന് ആടുന്നുണ്ട, കണ്ട കിടന്ന് കറങ്ങുന്നുണ്ട. പാർക്ക് ചെയ്തിട്ടിട്ട് പോയാലും ഇങ്ങനെയാണ്. അപ്പോൾ റിവീലിങ്ങിലേക്ക് കടക്കാം. നമുക്ക് റിവീൽ ചെയ്യുന്നത് വേറെ സ്ഥലത്ത് പോയിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് വണ്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റൂല. ഞാൻ ഡ്രോൺ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. കണ്ണോ അതാ കണ്ട, ആനയുടെ തുമ്പിക്കൈടാ ഗൈസ്. ഇങ്ങനല്ല സത്യം പറഞ്ഞ ആന ഇരിക്കുന്നത്. ഞാൻ ഇച്ചിരിയേ ചെയ്തുള്ളൂ, ടൈം കിട്ടിയില്ല. പിന്നെ വീഡിയോ ഇടേണ്ടതുകൊണ്ട് ഇത്രയെങ്കിലും ചെയ്തിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ എങ്ങനെ ഉണ്ടെന്നാലും വണ്ടി ഞാൻ നല്ല സെറ്റായിട്ടാണ് വർക്ക് ചെയ്തത്. ആ ഷോട്ടൊക്കെ കണ്ട ഗൈസ്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. അയ്യോ ഞാൻ പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുമായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, വണ്ടി എടുത്തിട്ട് കാണിച്ചു തരാം. ഇച്ചിരി വെളിച്ചത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇച്ചിരി സൗണ്ട് ഒന്നും പറയാം. നമ്മളിവിടെ തന്നെ ആയിരുന്നു അന്ന് പണി ചെയ്യുന്നതിന് മുമ്പേ വന്നിരുന്നത്. നല്ല പെർഫോമൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ടയറൊന്നും മാറ്റിയില്ല, പിന്നെ ടയർ മാറ്റണം. പിന്നെ കഴിച്ച് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ കട അങ്ങ് മേടിക്കുക. കട ഉണ്ടോ? ഈ കട അങ്ങ് മേടിക്കുക. ഞാൻ ഡോണറ്റ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഈ ഡോണറ്റ്സിൽ ഈ കണ്ട ഇതിനൊന്ന് കയറി കണ്ട പൈസ കിട്ടും. അയ്യോ, ഇതിൻ്റെ പവർ കാണിക്കണമെങ്കിൽ ഹൈവേ തന്നെ പോകണം. അയ്യോ, ഇടിച്ചു. ഇഞ്ചി, മാങ്ങാച്ചാറ്, നാരങ്ങ അച്ചാറ്, പൈനാപ്പിൾ പച്ചടി, വെള്ളപ്പച്ചടി, തോരൻ, അവിയൽ, കാളൻ, എല്ലാ സാധനങ്ങളുണ്ട്. ഇവിടെ ചോറും പരിപ്പും. പപ്പടം ചെറിയൊരു നമ്മുടെ ഓണക്കളികൾ ഇവിടെ ആരംഭിക്കാനായിട്ട്
നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്തിനാ? ബിസ്ക്കറ്റ് കടി മത്സരം. റെഡിയാണോ? പതിവ് റെഡിയാണോ? നമ്മൾ തകർക്കില്ല. കഴിച്ചോ. കടിച്ച് ദേവാഞ്ചന അടിച്ച്. ഇനി സെക്കൻഡ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് എവിടെ? ഫസ്റ്റ് അടിച്ചോ? ഓക്കെ. ഇനി മൂന്നാം സ്ഥാനം. ഇവന് 2 ബിസ്ക്കറ്റാ കഴിച്ചാ. ഓ മേടിക്കാം. അച്ഛാ ഈ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് ദേവാഞ്ജലിയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളതിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം. അയ്യോ, ഇതെന്താ ഇങ്ങനെ വെടയുന്നു ഗൈസ്. കണ്ടോ, ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് റിപ്പയർ ചെയ്ത് തരാവേ. നിങ്ങളെയും കാണിച്ചു തരാം. ഇതേ കൂട്ടൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതേ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് റിപ്പയർ ചെയ്യുക, മെനു അടിക്കുക. ഓക്കെ, ലോഡിങ് കാണിക്കും. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ID നെയിം. ID കാണിച്ചു തരാം. ടയറിട്ട്. പിന്നെ ഗൈസ്, നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ വണ്ടിയുള്ളത് നിങ്ങൾക്കറിയാലോ. വണ്ടിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പകുതി ബുക്കാൻ വണ്ടി പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിറ്റായിരുന്നു. ഇത് നമ്മുടെ സിവിക്. പിന്നെ ഇത് നമ്മുടെ അറിയാലോ ഓഫ് റോഡ്. ഇവനെയാണ് ആദ്യം പറഞ്ഞ ആനയാക്കാൻ ഇരുന്നത്. പിന്നെ ഒരു താറും കൂടി ഉണ്ടായിരുന്നു. താറ് ഞാൻ കൊടുത്തു. പിന്നെ നമ്മുടെ ഗീവവേ കൊടുക്കാൻ വെച്ച് അതിൽ പ്രമോഷന് വേണ്ടിയിട്ട് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ആനയെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ പ്രമോഷന് വേണ്ടിയിട്ട്. കേട്ടോ, ചുമ്മാ ഇട്ടാണ് ഇത് കൊടുക്കാൻ. നാളെയാണ് ഗൈസ്. നാളെ എന്ന് പറയുമ്പോൾ ഇത് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നാളെ ആയിരിക്കാം. ആ കറക്റ്റ് അന്ന് തന്നെയാണ് ഞാൻ ഇത് ആൾക്ക് സെല്ല് ചെയ്യുന്നത്. ആളുടെ കയ്യിൽ എൻ്റെ ഒരു സൂപ്പർ കിടപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ സൂപ്പർ എടുക്കും ഇങ്ങോട്ട്. ഞാൻ കൊടുത്ത സൂപ്പർ തന്നെയാണ്. ആൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതും കൂടി വർക്ക് ചെയ്യാത് തരണമെന്ന് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു. വർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ നവൻ വൈറ്റി എഡിഷൻ M5 ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? നവൻ വൈറ്റി എഡിഷൻ M5 താണ്ട ഗൈസ്. TMS കാലൻ. നമുക്കിത് കുറച്ച് ഇത് ചെയ്യണം ഗൈസ്. അയ്യോ, അതെ ഗൈസ്, ഇതാണ് പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ്. തമ്പുരാൻസ് വിൻഡോസിൽ മഞ്ഞ. ഓക്കെ, ഇതിൽ ഈ LL ഗൈസ് കറക്റ്റ് നവൻ വൈറ്റ് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഇതങ്ങോട്ട് ആദ്യം എടുക്കുക. ഇതിൻ്റെ ഇവിടെ ആയിട്ട് അങ്ങോട്ട് ഇടുക. ഓക്കെ, പിന്നെ അതിൻ്റെ അഡീഷൻ ഞാൻ അങ്ങോട്ട് ഇട്ട് LL
പിന്നെ AN. ഓക്കെ, ഇത് വൈറ്റാണ്. അടിക്കുന്ന ആൾ പിരിഞ്ഞു പോകില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ കൊടുത്താൽ അപ്പം ശരിയാക്കില്ല. എല്ലാരും ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ നവൻ വൈറ്റിയുടെ. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇറ്റ്സ് മീ K46THIK_YT_999. അതായത് കറക്റ്റ് ആണെങ്കിൽ നോക്കുക. 999 ഉണ്ട് ഗൈസ്. ഇതൊക്കെ എടുത്തിട്ട് കുറേ കാലമായി ഞാൻ. ഇതിൻ്റെ എഞ്ചിനെല്ലാം ചെയ്ത. പിന്നെ ഇത് V16 അൺലോക്ക് ചെയ്യണം. ഇനി നിങ്ങൾ കമൻ്റ് ഇടുവാണെങ്കിൽ അൺലോക്ക് ചെയ്യുന്നതാണ്. പൈസ പോകുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യുന്നതാണ്. പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ ഗൈസ് ആന. പിന്നെ ഗൈസ്, ഈ ഓഡിയോ ഉണ്ട്. ഇത് ഞാൻ ഇന്ത്യയിലെ വേൾഡ് എല്ലാം ഇടായിരുന്നതാണ്, ബട്ട് കൊടുക്കുന്നത്. പിന്നെ ഗൈസ്, ഇത് നമ്മൾ ഡ്രിഫ്റ്റ് അഡീഷൻ ഇറക്കിയതാണ്. GG വർക്ക് ചെയ്ത വണ്ടിയാണ്. ദേ കണ്ട ഹെഡ്ലൈറ്റ്സ് കണ്ട. പിന്നെ ഇതിലും GG വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ റൂഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ളി ഡ്രിഫ്റ്റ് അഡീഷൻ എടുത്തേക്കുന്നതാണ്. കണ്ട സെറ്റാണ്. ഞാൻ ഇത് കാണിച്ചു തരാം. പിന്നെ പുതിയ അപ്ഡേറ്റിൽ മാപ്പൊക്കെ വരുന്നുണ്ട്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. ഗൈസ്, ഇതാണ് തൊട്ടാ കടന്ന് ഡ്രിഫ്റ്റ് അടിക്കുക. അതാണ് ചെയ്യുന്നത്. മറ്റേത് കൂട്ടല്ല, അമ്മാതിരി ഡ്രിഫ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ സെറ്റ്. അതായത് നിങ്ങൾ നോക്കിക്കോ ഗൈസ്, ഡ്രിഫ്റ്റ് മൂഡല്ല. ടർബോ വെച്ചിട്ടില്ല ഗൈസ്, അതിൻ്റെയാണ് ഈ സ്ലോമോ ഗിയർ ഷിഫ്റ്റ്. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് മൂഡും കൂടി ഇടുമ്പോൾ സെറ്റായിരിക്കും. ഇതേ കൂട്ട് ആർക്കെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി ഗൈസ്. ഞാൻ ഇതിൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം. ഇതാ ഊന്നു കണ്ട. അവിടെ നിന്ന് വരും. കണ്ട ഞാൻ തൊടുന്നു പോലുമില്ല, ആക്സിലേറ്ററല്ലേ പിടിക്കുന്നത്. അതാ ഇടിച്ചു കണ്ട. സ്വയമേ കിടന്നങ്ങ് ഡ്രിഫ്റ്റ് അടിക്കുക. പിന്നെ വണ്ടിയൊക്കെ ചീത്തയാവുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ മെയിനായിട്ട് എടുത്തത്. ഇതിന് പാർക്കായിട്ട് ഇപ്പോൾ റിവേഴ്സിൽ ഡ്രിഫ്റ്റ് അടിച്ച് കാണിച്ചു തരാം. ഇതിനൊരു ട്രിക്ക് യൂസ് ചെയ്തതാണ് ഗൈസ്. ഗൂഗിൾ വഴിയിട്ട് നമ്മുടെ ഫ്രീ ഫയറിന് സെൻസി മാതിരി
ഇതിനും ഉണ്ട് ഗൈസ്, ഈ ഗെയിമിനും ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇത് ഗരീനയുടെ ഒഫീഷ്യൽ ഗെയിമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കളിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ആരുടെ ഗെയിമാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് നോൺസെൻസ് ഉണ്ട്. അതായത് എൻ്റെ അനിയത്തി ഇവിടെ നിന്ന് TV കാണലാണ് ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇതേ കൂട്ട അനിയത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓ ഡ്രിഫ്റ്റ് മൂഡ് ഇടാതിരിക്കുന്നത് നല്ലത്. ഡ്രിഫ്റ്റ് മൂഡ് ഇട്ടാൽ കമാകം ആണ് കിടന്ന്. പിന്നെ ഈ കോയിൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഈ സാധനം കണ്ട, കാർഗോ ഡ്രൈവ്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇപ്പം ചെയ്യാത്തത്. രാവിലെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യും, എടുത്ത് വെച്ചേ ഞാൻ നിൽക്കത്തുള്ളൂ. പിന്നെ അതാണ് കഴിച്ച് നല്ലത്. അതാകുമ്പോൾ കോയിനും കിട്ടും, നമുക്ക് പൈസയും കിട്ടും, രണ്ടും അത്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട് പുതിയതായിട്ട് വന്നത്, അത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എന്തോ സർപ്രൈസ് കിടിലം കാറൊക്കെ വരുന്നത്. നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങൾ പറയുക. കിടിലം കാറാണ്, ഞാൻ കണ്ടതാണ്, BMW കാറാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂവും കൂടി തരാം. അടുത്ത അപ്ഡേറ്റിൽ വരാനിരിക്കുന്ന കാറായിരുന്നു. അതായത് നമ്മുടെ സ്റ്റോറിൽ വരാനിരിക്കുന്ന കാറായിരുന്നു. ആ കാർ ഇപ്പോഴേ കിട്ടുക. അത് കിട്ടണമെങ്കിൽ തന്നെ നല്ല 11 കളക്ട് ചെയ്താൽ മതി. ഈ ആ തുടങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ ഉണ്ട് എല്ലാം. അയ്യോ, നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ വീഡിയോ എടുക്കാനല്ല വന്ന്. പിന്നെ കൂടി പറഞ്ഞതേ ഉള്ളു ഗായ്സ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ അറിയട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും അറിഞ്ഞത്. നിങ്ങൾക്കും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചാണ്. അടുത്തത് അതിവാശിയേറിയ തലമുറ പിന്നെ ഇത് ഡ്രിഫ്റ്റ് അടിക്കാനായിട്ടുള്ള മെയിൻ ഒരു കാര്യമാണ് ഈ റൈറ്റ് സൈഡിൽ ഒരു 6 കണ്ടോ, ഈ ഡാമേജ്ഡ് പൈസ എന്ന്. ആ 6ൻ്റെ അവിടെ കാണിക്കും. ഞാൻ ഇപ്പോൾ ഡ്രിഫ്റ്റ് അടിക്കാൻ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.